കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷം. മാവൂർ, ചാത്തമംഗലം, പെരുവയൽ, പെരുമണ്ണ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. ചാലിയാറിന് കുറുകെ ഊർക്കടവിൽ സ്ഥാപിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി ഉയർത്തി. മാവൂരിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വീടിന് മുകളിൽ പനയും കവുങ്ങുകളും കടപുഴകി വീണ് 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ നമുക്കൊപ്പം ചേരുകയാണ്. ദിൽഷ, വളരെ ശക്തമായിട്ടുള്ള മഴയാണ് കോഴിക്കോട് ജില്ലയിൽ വടക്കൻ മേഖലകളിൽ ഉള്ളത്. ഇന്നിപ്പോൾ അവിടെ റെഡ് അലേർട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഏത് വിധത്തിലാണ് ഇപ്പോഴത്തെ മഴ? ഈ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ ജനജീവിതത്തെ പൂർണ്ണമായി ബാധിച്ചിട്ടുണ്ടോ? വിനിൽ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. എന്നാൽ റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ്. കാരണം ഇന്നലെ മുതൽ തുടങ്ങിയ അതിശക്തമായിട്ടുള്ള മഴ, ഓരോ മണിക്കൂറിലും ഇടവിട്ട് അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യം തന്നെയാണ്. അത് മലയോര മേഖലയിലാണെങ്കിലും ഗ്രാമീണ മേഖലയിലാണെങ്കിലും നഗരപ്രദേശങ്ങളിലാണെങ്കിലും അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ജില്ലയിൽ ഉടനീളമുള്ളത്. അതിലെടുത്ത് പറയേണ്ട കാര്യം, പലയിടങ്ങളിൽ ജില്ലയുടെ വിവിധ ഇടങ്ങളിലായിട്ട് പല രീതിയിലുള്ള മഴക്കെടുതിയുടെ വാർത്തകൾ ഓരോ മണിക്കൂറുകളിലും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ വെള്ളക്കെട്ടുണ്ട്. റോഡുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ മലയോര മേഖലയിലാണെങ്കിലും നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണിട്ട് വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും അതുപോലെ തന്നെ റോഡുകളിലൊക്കെ തന്നെ ഗതാഗത തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതിലെടുത്ത് പറയേണ്ടത്, ഇപ്പോൾ കോഴിക്കോട് മാവൂരിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് വീടുകളെല്ലാം തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഇതിൽ ചാത്തമംഗലം, പെരുമണ്ണ, പെരുവയൽ പഞ്ചായത്തുകളിലൊക്കെ തന്നെ നിരവധി വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലുണ്ട്. കച്ചേരിക്കുന്നിൽ 3 വീടുകൾ പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു. അവശേഷിക്കുന്ന ഒരു വീട്ടുകാരെ ഇപ്പോൾ മറ്റൊരു ബന്ധു വീട്ടിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചാലിയാറിലും ഇരവഴിഞ്ഞിലും എല്ലാം തന്നെ പുഴ കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഊർക്കടവ് റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായിട്ടും ഉയർത്തിയിട്ടുണ്ട്. ജില്ലയിലുടനീളം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും മഴക്കെടുതികളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. എന്നാൽ റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ വിലങ്ങാട് സ്കൂളിന് അവധി നൽകിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിൽ അതുപോലെ ഈ അപകട സാഹചര്യത്തിൽ നിലനിന്നിരുന്ന ഒരു മരം ഉണ്ടായിരുന്നു, ചുരം 7ാം വളവിൽ. ആ മരം ഇപ്പോൾ പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റി. ഇത്ര നേരം അവിടെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇപ്പോൾ മരം മുറിച്ചു മാറ്റിയിട്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ബിനിൽ, ശരി, ഓക്കെ. ദിൽഷ തിലകനാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പല പഞ്ചായത്തുകളിലും ശക്തമായിട്ടുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടാവുന്നത്. ശക്തമായ മഴ തുടരുകയാണ്. റെഡ് അലേർട്ടിന് തുല്യമായിട്ടുള്ള ഓറഞ്ച് അലേർട്ട്, അതിതീവ്ര മഴയാണ് കോഴിക്കോട് പെയ്യുന്നത്.